ഹായ് ഹലോ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള വേറൊരു അമ്പലത്തിൽ ഉത്സവം തുടങ്ങി. അപ്പോൾ ഇന്ന് എഴുന്നള്ളത്താണ്. അപ്പോൾ രാത്രി ചേട്ടനും കണ്ണപ്പനൊക്കെ ആയിട്ട് ഡാൻസും മേളവും പാട്ടും എല്ലാം ആയിരുന്നു കോവിലിൻ്റെ ഫ്രണ്ടിൽ. ഞാനും മണിക്കുട്ടനും വീട്ടിലായിരുന്നു. കണ്ണപ്പനും ചേട്ടനും കൂടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ആണ് പാട്ടൊക്കെ ഇട്ടിരുന്നത്. അപ്പോൾ അവരവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ ദിവസം ഉറങ്ങിയതേ ഇല്ല. അപ്പോൾ ദേവി ഏത് സമയത്താണ് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദേവിക്ക് വേണ്ടി ഞാൻ പടുക്കയൊക്കെ തട്ടമൊക്കെ വെച്ച് ഞാൻ റെഡിയായിരിക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ വീട്ടിൻ്റെ എല്ലാ സൈഡിലും, ഞങ്ങളുടെ ഏരിയയിലെ എല്ലാ സൈഡിലും എല്ലാവരും ദേവിക്ക് വേണ്ടി തട്ടം വെച്ച് ഉറങ്ങാതെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കുമാണ് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള വടുവത്തൂർ ക്ഷേത്രത്തിൽ ഇറക്കി പൂജയ്ക്ക് വേണ്ടി ഇറക്കി പൂജ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴത്തേക്കും പിന്നെ എല്ലാവരും തിരി കൊളുത്താനായിട്ട് പറഞ്ഞു. അങ്ങനെ ഞാനും വിളക്കിൽ തിരി കത്തിച്ചായിരുന്നു. ചേട്ടനും മണിക്കുട്ടനും കണ്ണപ്പനൊക്കെ നല്ല ഉറക്കമായിരുന്നു. അവർ ഡാൻസൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്നുറങ്ങിയത് തന്നെ. പിന്നെ ഞാനായിരുന്നു ഉറങ്ങാതെ വെയിറ്റ് ചെയ്തിരുന്നത്. എന്നിട്ട് ഞാൻ ഒരു സ്ഥലത്ത് ക്യാമറ സെറ്റ് ചെയ്തിട്ട് പോയി. ഇനി ദേവിയെ വരുമ്പോഴത്തേക്കും ഫോണും കൊണ്ട് നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ക്യാമറ ഞാൻ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പോയായിരുന്നു. അപ്പോഴത്തേക്കും ചേട്ടനെ ഞാൻ വിളിച്ചെണീപ്പിച്ചായിരുന്നു. ചേട്ടൻ എണീറ്റ് കഴിഞ്ഞതും ഈ വെടിയുടെ സൗണ്ട് കേട്ട് മണിക്കുട്ടനും ഉറക്കം എണീറ്റു. പിന്നെ കണ്ണപ്പൻ ഉറക്കം തെളിയാതെ ഭയങ്കര ബഹളമായിരിക്കും. എങ്കിലും ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, തൊഴാനായിട്ടുള്ളതല്ലേ, കണ്ണപ്പനെ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ പോയി എടുത്തായിരുന്നു. അപ്പോഴത്തേക്കും ആനപ്പുറത്ത് ദേവിയെയും കൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ വർഷവും ഞാൻ ഇവിടെ മുട്ടത്തറ വന്നതിന് ശേഷം എല്ലാ വർഷവും ഞാൻ പഴഞ്ചിറ ദേവിക്ക് വേണ്ടി ഞാൻ തട്ടം വയ്ക്കാറുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അമ്മ വരുന്ന സമയം അമ്മയാണ് ചെയ്യുന്നത്. അമ്മ ഇല്ലാത്ത സമയം ഞാനാണ് തട്ടം വയ്ക്കുന്നത്. പൂജാരി തട്ടം എടുത്ത് ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷം പ്രസാദമൊക്കെ തന്നു. പിന്നെ ദക്ഷിണയൊക്കെ കൊടുത്തു. ഇനി അടുത്ത വർഷം ഞങ്ങളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തട്ടം വയ്ക്കാൻ കഴിയണേന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പിന്നെ ദേവി ഞങ്ങൾ കണ്ണിൻ്റെ മറഞ്ഞു പോകുന്നത് വരെ ഞങ്ങളവിടെ വിളക്ക് കത്തി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദേവി അങ്ങ് പോയി കഴിഞ്ഞതിന് ശേഷം എല്ലാം എടുത്ത് മാറ്റാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് നിന്നു. അപ്പോൾ എനിക്കൊരു പ്രത്യേക അടുപ്പം പഴഞ്ചിറ ദേവിയോടുണ്ട്. വേറൊന്നുമല്ല, എൻ്റെ കല്യാണം നടന്നത് പഴഞ്ചിറ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ എൻ്റെ ജാതകത്തിലുണ്ട് ഒരു ദേവീ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തണമെന്ന്. അപ്പോൾ പഴഞ്ചിറ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു എൻ്റെ കല്യാണം. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.